വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ രാവിലെ തന്നെ പഠിക്കാനിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിലൊക്കെ ഒന്ന് ജസ്റ്റ് വരുന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഇറയിൽ തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഞാൻ ഇന്ന് പഠിക്കുന്നത് ബാങ്കിങ് ആണ് കേട്ടോ. ബാങ്കിങ് ഞാൻ അധികം ഒന്നും തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് പഠിക്കാമെന്ന് വിചാരിച്ചു ഇറയിൽ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് കവർ ചെയ്യാൻ പറ്റി. ഇന്നെന്തായാലും നല്ല രീതിയിൽ പഠിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴായി പിന്നെ ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്ക് പോകലായിരുന്നു കേട്ടോ. അപ്പോൾ നാളെ ഇനി ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വേഗം ഇരുന്ന് പഠിക്കുമായിരുന്നു. ഒരു 6-7 മണിക്കൂറെങ്കിലും ഇന്ന് കവർ ചെയ്തേ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ്. 7 മണിക്കൂർ എന്തായാലും കവർ ചെയ്യണം. മാക്സിമം പിന്നെയും കവർ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അപ്പോൾ രാവിലെ ഞാനൊരു 9 മണിയാകുമ്പോൾ പഠിക്കാനിരുന്നു. അപ്പോൾ 10 മണി, 11 മണി, 12 മണി, 1 മണി വരെ 4 മണിക്കൂർ ഞാൻ രാവിലെ തന്നെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ പഠിക്കണം എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു 2 മണി തൊട്ട് ഒരു 5 മണി വരെയെങ്കിലും മാക്സിമം ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു 3 മണിക്കൂർ അവിടെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 9 മണിയായപ്പോൾ തന്നെ അത്യാവശ്യം ഒന്ന് ഒതുക്കാനുള്ളതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും ഉച്ചക്കേൽക്ക് ഇനി എന്ത് കറി ഉണ്ടാക്കും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ കറിക്ക് വേണ്ടി വെജിറ്റബിൾസ് ഒന്നും കണ്ടില്ല. നമ്മുടെ തോട്ടത്തിൽ തന്നെ പോണ്ടി വരും എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചുണ്ടാക്കാനായിട്ട്. ഇവിടെ പിന്നെ അത്യാവശ്യം പയറൊക്കെ ഇപ്പോൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പിന്നെ ചീര നമുക്കിങ്ങനെ കുറേശ്ശൊക്കെ ഉപ്പേരി വയ്ക്കാനായിട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റ് നമ്മൾ കൃഷിയായിട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അത് കുറച്ചും കൂടി മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം ഞങ്ങൾ ചീരയും അതുപോലെ തന്നെ പയറും കയ്പ്പയ്ക്കും അങ്ങനത്തെ നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചീര ഇങ്ങനെ കുറേശ്ശേ കിട്ടുന്നുള്ളൂ. ചീരയും അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ, പയർ ഇതൊക്കെ അത്യാവശ്യം ഉണ്ടായി തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ആയതുകൊണ്ട് കുറച്ചേ കിട്ടുന്നുള്ളൂ. നമുക്കൊരു ഉപ്പേരിയൊക്കെ വെക്കാൻ ജസ്റ്റ് അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. ഉച്ചയ്ക്ക് കറി വെക്കാൻ നോക്കിയപ്പോഴാട്ടോ ഒന്നുമില്ല. അപ്പോൾ ഞാനും അമ്മയും കൂടെ നമ്മുടെ പറമ്പിലോട്ട് തന്നെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ വഴുതനങ്ങ നിൽക്കുന്നത് ഞങ്ങൾ ആദ്യമേ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതിനെ പോയി പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വഴുതനങ്ങയുടെ അവിടേക്ക് എത്തിയിട്ടോ. 2 വഴുതനങ്ങ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ നാടൻ പച്ചക്കറി കഴിക്കുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അങ്ങനെ ദേ അമ്മ അത് രണ്ടും കൂടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി ഉപ്പേരി ഉണ്ടാക്കണം. പിന്നെ ബാക്കി എന്തെങ്കിലും വേറെ കറികളൊക്കെ എന്തെങ്കിലും നോക്കണം. അപ്പോൾ ദേ നമ്മുടെ ഫ്രഷ് വഴുതനങ്ങ ദേ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ പീസാക്കി ഞങ്ങൾ അരിഞ്ഞെടുക്കും. അങ്ങനെ ദേ അത്യാവശ്യം കുറച്ചുണ്ട്. നമുക്ക് ഒരു ഉപ്പേരിക്കൊക്കെ ഉള്ളതുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെയാട്ടോ ഉള്ളത്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വഴുതനങ്ങയായിരുന്നു. ഇപ്പോൾ കുറച്ചേ കിട്ടുന്നുള്ളൂ. അതാണ് ഇപ്പോൾ ഭയങ്കര ടേസ്റ്റ് പോലെ വഴുതനങ്ങയ്ക്ക്. ആദ്യം കുറേ കഴിക്കുമ്പോൾ നമുക്ക് എന്തോ മതിയാവുന്ന പോലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 എണ്ണം കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. അങ്ങനത്തെ അമ്മ കുറച്ച് ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ നാളികേരവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങയും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളി വഴുതനങ്ങ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിക്കാനിരുന്നു. ഞാൻ ഉണ്ടാക്കിയൊരു ടെസ്റ്ററാട്ടോ അത്. എനിക്ക് ടേബിളൊക്കെ തുടയ്ക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ടെസ്റ്റ്. കുറച്ച് കട്ടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ടേബിളൊക്കെ അത്യാവശ്യം പൊടി കളയാനൊക്കെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഒരു വലിയ തുണിയൊക്കെ നോക്കി നടക്കുന്നതിനേക്കാളൊക്കെ എനിക്ക് ബെറ്ററായിട്ട് തോന്നി ഇതുപോലൊരു ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതാട്ടോ എളുപ്പത്തിന്. പിന്നെ ടേബിളൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ടൈലറിങ് ആയിട്ട് ബന്ധപ്പെട്ട തുണികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്മ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ മേലാണ് വെക്കുക. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. ഓരോ കവറിൽ സെപ്പറേറ്റ് വെച്ചില്ലെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഓരോ പീസ് കാണാണ്ടായി പോയാൽ ഞാനാണ് കൊണ്ട് കളഞ്ഞതെന്ന് പറയും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു കവറിലാക്കി വെക്കും. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുന്ന് ഇത്ര കിട്ടിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റണം. അതുപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഷെൽഫിൽ കയറ്റണം. അങ്ങനെ ഞാൻ വീണ്ടും കുറേ നേരം ഇന്ന് പഠിച്ചിട്ടു. ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് കാരണം വെയിലൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇറയത്തൊക്കെ ഇരിക്കാനും മുറ്റത്തൊക്കെ നടക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് ഇറങ്ങും. അപ്പോൾ പഠിപ്പ് ഏകദേശം ഒരു പകുതി വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടൊന്നും ഒരു 7 മണിക്കൂറോളം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രി കുറച്ച് നേരം ഇന്ന് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നൈറ്റ് ഞാൻ അങ്ങനെ ഇരിക്കുന്നില്ല. ഞാൻ ഒരു 9 മണി 10 മണി ആ റേഞ്ചിലൊക്കെ ഇരിക്കണം എന്ന് എനിക്ക് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ പണ്ടായിരുന്നാലും 10th പഠിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ രാത്രിയൊക്കെ ഇരിക്കും. 12 മണി 1 മണി വരെയൊക്കെ ചില സമയത്തിരിക്കും. പിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കും. അങ്ങനെ കുറേ നേരം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പൊന്നും ഞാൻ അങ്ങനെ എനിക്കിപ്പോൾ പഠിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് അങ്ങോട്ട്
ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. നമുക്കൊന്നാമത് പഠിക്കേണ്ട രീതി അറിയില്ലായിരുന്നു, എങ്ങനെ അത് കവർ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഉണ്ടായില്ല. നമുക്കിങ്ങനെ കളിക്കലും ഇതൊക്കെ ആയിട്ടുള്ള ചിന്തകളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡൻസും നമ്മൾ മാക്സിമം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മാക്സിമം നമ്മുടെ ടോപ്പിക്സൊക്കെ കവർ ചെയ്യണം. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ നമ്മളോട് എപ്പോഴും പറയും ഓരോ ദിവസം എടുക്കുന്നതും നമ്മൾ പഠിച്ച് പോകണമെന്ന് പറയും. പക്ഷെ നമുക്ക് ആ നേരത്ത് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ ടീച്ചേഴ്സ് അങ്ങനെ പറയുന്നത് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. കാരണം നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ് ഒന്നില്ലെങ്കിൽ ആ ആഴ്ചയിലെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. എടുക്കുന്ന ആ ടോപ്പിക്സ് ഓരോ ആഴ്ചയിലും അത് ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാതും വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് സമയം കിട്ടുള്ളൂ. നമ്മൾ അതിങ്ങനെ പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണത് ലോഡായിട്ട് തോന്നാം. അപ്പോൾ ഞാനത് കാരണം ഇരുന്നിങ്ങനെ പഠിച്ച് ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഒരു 5 മണി to 6 മണി കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കും കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഉണ്ടാവും ചെടികളൊക്കെ നനയ്ക്കലും അതുപോലെ തന്നെ എന്തെങ്കിലും പണികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.